ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ മഞ്ചൂരിയനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. യെല്ലോ ഉള്ള പീസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഈ ചിക്കൻ നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ ഒരു കോട്ടിങ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റിന് ശേഷം ചിക്കൻ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഒരുപാടൊന്നും മുരിച്ചെടുക്കണ്ട. ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ കൂടി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കനിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അല്ലി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ആഡ് ചെയ്യുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചില്ലി സോസ് കൂടി ആഡ് ചെയ്യുക. നിങ്ങളിൽ ഗാർലിക് ചില്ലി സോസ് ഇല്ലെങ്കിൽ ചില്ലി സോസ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം, 1/2 കപ്പ് സവാള ക്യൂബ്സ് ആക്കി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കണം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഗ്രേവി തിക്കായിട്ട് വരും. അത്യാവശ്യം ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായി ഒന്ന് ചൂടായി വരണം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട്ടോട് കൂടി നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.